അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്ന് ADGP. ഗൂഢാലോചനയെന്ന മൊഴി. വീണ്ടും മൊഴിയെടുക്കും. PV അൻവറിനെതിരെ ആരോപണവുമായി ADGP MR അജിത് കുമാർ രംഗത്ത്. PV അൻവർ MLAക്ക് പിന്നിൽ ബാഹ്യശക്തികളുണ്ടെന്ന് DGPക്ക് നൽകിയ മൊഴിയിൽ അജിത് കുമാർ പറയുന്നു. ഗൂഢാലോചനയിൽ സംശയിക്കുന്ന കാര്യങ്ങൾ ADGP മൊഴി നൽകി. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുക്കും. ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. അദാനിയുടെ 5 ബാങ്ക് അക്കൗണ്ടുകൾ സ്വിസ് അധികൃതർ മരവിപ്പിച്ചു. പുതിയ വെളിപ്പെടുത്തൽ. അദാനി കമ്പനിക്കെതിരെ സ്വിറ്റ്സർലൻഡിൽ അന്വേഷണമെന്ന ആരോപണം. അദാനിയുമായി ബന്ധമുള്ള 5 ബാങ്ക് അക്കൗണ്ടുകൾ സ്വിസ് അധികൃതർ മരവിപ്പിച്ചു. ഹിഡൻബർഗ് സെർച്ചാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നിഴൽ കമ്പനികളിലേക്ക് പണം നിക്ഷേപിച്ചുവെന്ന ആരോപണത്തിലാണ് അന്വേഷണം. എന്നാൽ ആരോപണം അദാനി ഗ്രൂപ്പ് നിഷേധിച്ചു. അസംബന്ധമായ ആരോപണമാണിത്. സ്വിസ് കോടതികളിലെ നടപടികളിൽ അദാനിക്ക് പങ്കില്ലെന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. കുറച്ചു മാസങ്ങളായി ഒരുമിച്ച് താമസം. പ്രായപൂർത്തിയാവാത്ത 2 ആദിവാസി കുട്ടികളെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം മുത്തേടത്ത് പ്രായപൂർത്തിയാവാത്ത 2 ആദിവാസി കുട്ടികളെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുത്തേടം തീക്കടി ആദിവാസി നഗറിലെ ശ്യാംജിത്ത്, കരുളായി കൊയ്പ്പൻ വളവിലെ ഗോപിക എന്നിവരാണ് മരിച്ചത്. കൽക്കുളം തീക്കടി നഗറിലെ വീടിനകത്ത് ഇന്നലെ രാത്രിയാണ് ഇരുവരും തൂങ്ങി മരിച്ചത്. ഒരു കയറിൽ ഇരുവരും കെട്ടി തൂങ്ങിയ നിലയിലാണ്. കഴിഞ്ഞ മാസം ഇരുവരും വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇരുവരും കുറച്ചു മാസങ്ങളായി ഒരുമിച്ചാണ് താമസിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. അൻവർ MLAയുടെ കുടുംബത്തിന് നേരെ വധഭീഷണി. PV അൻവർ MLAയുടെ കുടുംബത്തിന് നേരെ വധഭീഷണി. ഊമക്കത്ത് വഴിയാണ് കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചത്. ഭീഷണിക്കത്ത് PV അൻവർ പോലീസ് മേധാവിക്ക് കൈമാറി. കുടുംബത്തിന് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. MR അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. DGPക്ക് തെളിവുകൾ കൈമാറിയ PV അൻവർ പാർട്ടി സെക്രട്ടറിക്കും ഇടതുമുന്നണി കൺവീനർക്കും പരാതി നൽകും. ഓണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ. ദർശന സമയം കൂട്ടി. തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് ക്ഷേത്ര ദർശന സമയം കൂട്ടാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. 1 മണിക്കൂറാണ് കൂട്ടുക. ഉത്രാടം കാഴ്ചക്കുള്ള സമർപ്പണം, ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം, വിശേഷാൽ കാഴ്ചശീവേലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായി ഗുരുവായൂരിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഓണനാളുകളിൽ ശ്രീ ഗുരുവായൂരപ്പ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ സൌകര്യാർത്ഥം സെപ്റ്റംബർ 14 മുതൽ സെപ്റ്റംബർ 22 ഞായറാഴ്ച വരെ ദർശന സമയം 1 മണിക്കൂർ കൂട്ടി. ക്ഷേത്രനട ഉച്ചയ്ക്ക് 3:30 തുറക്കും.